ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞ ശേഷം ഏത് കോഴ്സിന് പോകണം എന്നൊക്കെയുള്ള ഒരു തിരച്ചിലായിരിക്കും. അപ്പോൾ കുറേ പേരെങ്കിലും സയൻസ് എടുത്ത ശേഷം നഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലേ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജിലേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ അത്യാവശ്യം ടോപ്പ് കോളേജുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് കോളേജുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ബാംഗ്ലൂരിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടും അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഉള്ള ഒരു കോളേജാണ് MS രാമയ്യ മെഡിക്കൽ കോളേജ്. അത് മെഡിക്കൽ കോളേജാണ്. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് അഡ്മിഷൻ എന്ന് ഉറപ്പ് വരുത്തണം. ബിക്കോസ് ഓൾമോസ്റ്റ് കോളേജുകൾക്കും മെഡിക്കൽ കോളേജുകൾക്കൊക്കെ അണ്ടറിൽ വേറെ സബ് കോളേജസ് വരുന്നതാണ്. അപ്പോൾ ഈ സബ് കോളേജസിന് ഒരു പക്ഷേ INC KNC അഫിലിയേഷൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് INC ഉണ്ടോ KNC ഉണ്ടോ ഉറപ്പ് വരുത്തിയ ശേഷം ഈ കോളേജ് നമ്മുടെ ലിസ്റ്റിൽ ഇടാവും. അപ്പോൾ ഓരോ വർഷവും INC KNC ലിസ്റ്റ് അപ്ഡേറ്റ് ആയി ഇറങ്ങും. കഴിഞ്ഞ ഇയറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഇയറിൽ ഉണ്ടാവണമെന്നില്ല, ഈ ഇയറിൽ ഉണ്ട് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇയറിൽ ഉണ്ടാവാതെ ഇരിക്കാം. അപ്പോൾ പുതിയ ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അടുത്തൊരു കോളേജാണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജും. നമ്മൾ ഏത് കോളേജ് ചൂസ് ചെയ്താലും INC ലിസ്റ്റ് നോക്കി മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അഫിലിയേഷൻ ഇല്ല എന്നറിയുമ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും 4 വർഷത്തിനിടയിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷനിടയിൽ അഫിലിയേഷൻ വന്നാൽ നമുക്കത് വരും. പക്ഷേ നമ്മൾ പഠിക്കുന്നതിനിടയിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നേക്കത് ബാധിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അഫിലിയേഷൻ ഉള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു കോളേജാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജാണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു കോളേജാണ്. നമുക്ക് പ്രാക്ടീസൊക്കെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പേഷ്യൻസിന് നല്ല അത്യാവശ്യം ഫ്ലോ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് സെൻറ്റ് ജോൺസ്. നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മെച്ചപ്പെട്ട കോളേജുകളിൽ ഒന്ന് തന്നെയാണ് സെൻറ്റ് ജോൺസ് എന്ന് പറയാം. പിന്നെ ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജാണ് അത് ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഈ ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിലാണെങ്കിലും സബ് കോളേജസ് വരുന്നുണ്ട്. ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ സബ് കോളേജും. മെയിൻ കോളേജ് ഇത് ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് എന്നും സബ് ഓക്സ്ഫോർഡ് കോളേജ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് തോന്നില്ല, നോക്കുമ്പോൾ രണ്ട് സെയിമാന്ന് തോന്നും. ഓക്കോൺ ഇത് ഓക്സ്ഫോർഡും ആണ്. അപ്പോൾ ഒരു കോളേജിന് അഫിലിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജിന് കാണത്തില്ല. ചിലപ്പോൾ ഇത് ഓക്സ്ഫോർഡിനുണ്ടെങ്കിലോ ഓക്സ്ഫോർഡിനുണ്ടാവില്ല. അപ്പോൾ ലിസ്റ്റിൽ നമ്മൾ ഇത് ഓക്സ്ഫോർഡിനുണ്ടോ എന്ന് തന്നെ നോക്കണം. രണ്ടിനും 2 INC KNC ഒക്കെ വേണ്ടതാണ്. അടുത്തൊരു ബെറ്റർ കോളേജ് അത് വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പിന്നെ അടുത്തൊരു മെഡിക്കൽ കോളേജാണ് BGS മെഡിക്കൽ കോളേജ്. BGS മെഡിക്കൽ കോളേജ് തന്നെയല്ല, അത് ഈ ഇൻ്റർനാഷണൽ കോളേജ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരു SJB എന്ന് പറയുന്ന ഒരു കോളേജാണ് വരുന്നത്. അപ്പോൾ രണ്ടിനും അഫിലിയേഷൻ ഉണ്ടോ അതിൽ കുറച്ച് ബാക്കിയുള്ള ഇപ്പോൾ കണ്ട കോളേജുകളെ സംബന്ധിച്ച് കുറച്ച് ഡിഫറൻ്റ് ആണ് ആ കോളേജ്. ഇൻ്റർനാഷണൽ ലെവലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ് കോഡിങ് ആണെങ്കിലും എല്ലാം ഇച്ചിരി ഡിഫറൻസ് ആണ് നഴ്സിങ്ങിൻ്റെ ഇതായത്. അപ്പോൾ ആ കോളേജ് ചൂസ് ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ അണ്ടറിൽ കോളേജസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയ ശേഷം അഫിലിയേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കോളേജ് എടുക്കുക. പിന്നെയുള്ളൊരു മെഡിക്കൽ കോളേജാണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് RRM. അത്യാവശ്യം നല്ലൊരു കോളേജാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് INC ഉണ്ടോ KNC ഉണ്ടോ. അത്യാവശ്യം നല്ല കോളേജുകളിൽ ഒന്ന് തന്നെയാണ്. നമ്മൾ ലിസ്റ്റും കൂടി നോക്കിയ ശേഷം ചൂസ് ചെയ്യുക. പിന്നെയുള്ളൊരു കോളേജാണ് ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജ്. പിന്നെ ആകാശ് മെഡിക്കൽ കോളേജ്. ആകാശ് മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിലാണെങ്കിൽ ഒരുപാട് 1 അല്ല 2 അല്ല അതിൽ കൂടുതൽ അണ്ടറിൽ കോളേജസ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇയറിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന 2 or 3 കോളേജുകൾക്ക് പോലും INC ഉണ്ട് എന്ന് തോന്നുന്നില്ല. ആകെ ഒരു കോളേജ് ഞങ്ങളുടെ INC ഉള്ളൂ. അപ്പോൾ നമ്മൾ ചേരുന്ന സമയത്ത് ആകാശിലേക്കാണെന്നാവും പറയണത്. പക്ഷേ നമ്മൾ എക്സാം എഴുതുന്ന ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ടൈമിലാവും നമ്മൾ ആകാശിലല്ല എന്നറിയണത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് എവിടേക്കാണ് നമുക്ക് 100% ഉറപ്പാക്കിയ ശേഷം മാത്രം നമ്മൾ അഡ്മിഷൻ എടുക്കുക. ആകാശിൻ്റെ മെയിൻ കോളേജിനാണെങ്കിലും INC ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ലിസ്റ്റ് നോക്കിയ ശേഷം മാത്രം നമ്മൾ ഫീസ് അടയ്ക്കാനും ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോവുക. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനത്തെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.